ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഒരാഴ്ചയല്ല, 1.5 മാസത്തോളമായിട്ട് നമ്മുടെ കാർവാറിൽ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നലെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. അപ്പം സൺഡേ ആയിരുന്നേ. അപ്പം ഇന്ന് മഴയൊക്കെ കുറവുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നമ്മളിതാ വൈകുന്നേരം മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. 2 ദിവസത്തിന് മുമ്പ് 2 ദിവസം നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് മഴയും കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പം കുറേ നാളായി നമ്മൾ നമ്മുടെ ശാമികേനെയും കൊണ്ട് വെളിയിലേക്കൊക്കെ ഒന്ന് പോയിട്ടെ, പാർക്കിലും ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടെ. മഴ കാരണം നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഇന്നൊക്കെ മഴ ഇച്ചിരി കുറവുള്ളതുകൊണ്ട് നമ്മൾ സൺഡേ അല്ലേ, അവധിയൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ശാമികേനെയും കൊണ്ട് മാർക്കറ്റിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളിതാ നമ്മൾ എപ്പോഴും പോകാറുള്ള നമ്മുടെ കാർവാർ ബീച്ചിലേക്ക് പോവാം കേട്ടോ. അപ്പം ഇത്തവണ നമ്മൾ മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നേ. അപ്പം പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 2 ദിവസം മുമ്പ് നല്ല അതിശക്തമായ കാറ്റൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ ആ കാറ്റത്ത് മരത്തിൻ്റെ എല്ലാം കമ്പ് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നേ. പിന്നെ കൂടാതെ ഒടിഞ്ഞു വീണ കമ്പ് കൂടാതെ ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോർപ്പറേഷൻ തന്നെ വന്ന് മരത്തിൻ്റെ കമ്പെല്ലാം ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ട റെയിൻ കോട്ടാട്ടോ. അപ്പം ഞാനൊന്ന് പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തതാണേ. അപ്പം മാർക്കറ്റിൻ്റെ സൈഡിലും എല്ലാം ഉണ്ടായിരുന്ന കുറേ മരത്തിൻ്റെ കമ്പുകളെല്ലാം ഇങ്ങനെ വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പം ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കാറ്റൊക്കെ വീശുമ്പോൾ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായി അല്ലേ. അപ്പം അതിന് മുന്നോടിയായിട്ട് തന്നെ അവർ തന്നെ മരത്തിൻ്റെ കമ്പെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മൾ കുറേ നാൾ കൂടി മാർക്കറ്റിലേക്ക് വന്നപ്പം കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ മരത്തിൻ്റെ കമ്പെല്ലാം ഇങ്ങനെ വെട്ടിക്കളഞ്ഞതും കണ്ടോ. ഇതാണ് 2 മരം ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന 2 മരം നല്ല രസമായിരുന്നു. ഈ നിൽക്കുന്ന 2 മരത്തിൽ ഇലയെല്ലാം ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കാൻ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഇതിൻ്റെ അടിയിൽ കയറി ചില സമയം ഞാൻ ശാമിക ഇരിക്കാറുണ്ട് കേട്ടോ. കാറ്റ് വെയിലായതുകൊണ്ട് തണലത്ത് നിൽക്കാനേ. അപ്പം ഇതിനുള്ളിൽ ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുള്ളിൽ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. ആരാന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ATMലൊക്കെ കയറി കുറച്ച് പൈസയൊക്കെ എടുത്ത് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പൈസയൊക്കെ എടുത്തിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നമ്മുടെ കാർവാർ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പച്ചക്കറി മേടിക്കുന്ന വീഡിയോയും കാര്യങ്ങളും മാർക്കറ്റൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ ഒത്തിരി നാൾ കൂടിയിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷം നമ്മുടെ ശാമികയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ അല്ലായിരുന്നോ, കളിക്കാനൊന്നും പോകാനും പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് എപ്പോഴും ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അമ്മ നമുക്ക് വെളിയിൽ പോകണം, ബീച്ചിൽ പോകണം എന്നൊക്കെ. അപ്പം മഴ കാരണം നമുക്ക് പോകാനേ പറ്റിയിട്ടില്ലായിരുന്നു. കണ്ടില്ലേ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അവർ തന്നെ സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് രാത്രിയൊക്കെ ആയിരുന്നേ. പിന്നെ കാണുന്ന ഒരു ചേട്ടനെ കണ്ടോ. ആ ചേട്ടനാണെങ്കിൽ കയ്യിൽ എന്തോ കയറിരിപ്പുണ്ടേ. അത് വലയാണെന്ന് തോന്നി. ഇങ്ങനെ കയ്യിൽ കയറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് പോവുക കേട്ടോ. എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടില്ലായിരുന്നേ. അങ്ങേറ്റം വരെ പുള്ളി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് ചിലപ്പോൾ മിക്കവാറും വലയായിരിക്കും, അല്ലാതെ പിന്നെ ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ കയറും പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നിയിട്ടോ. വലയാണെന്ന് തോന്നുന്നു. ഇവിടെ മീൻ പിടിക്കുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൺഡേയിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.